ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. ഇന്ന് മോഹന ഓർക്കിഡ്സിൽ നിന്നുമുള്ള ഒരു കുഞ്ഞു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പുതിയ വ്യൂവർ ആയിട്ടുള്ള തിരൂരിൽ നിന്നുമുള്ള താഹിറയുടെ ഒരു സംശയത്തിനുള്ള മറുപടി വീഡിയോ ആണ് ഇത്. വീഡിയോ കണ്ടാലും. നമ്മുടെ ഓർക്കിഡ് ലവർ താഹിറയുടെ സംശയങ്ങൾ ഇപ്രകാരമായിരുന്നു. ഡെൻഡ്രോബിയം വെറൈറ്റീസും ഫെലനോപ്സിസും ഒക്കെയായി തനിക്ക് 180-ൽ പരം ഓർക്കിഡുകൾ ഉണ്ടെന്നും അവയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കിയും അതുപോലെ തന്നെ 13, 27, 27 പോലെയുള്ള രാസവളങ്ങൾ കൊടുത്തും മറ്റു ജൈവ വളങ്ങൾ ഒക്കെ കൊടുത്തുമാണ് താൻ തന്റെ ഓർക്കിഡുകളെ പരിചരിക്കുന്നതെന്നും എന്നാൽ നല്ല വളർച്ചയുണ്ടെന്നല്ലാതെ ഇതുവരേക്കും പൂക്കൾ ഉണ്ടാകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വിഷമം. അതിന് മോഹനേട്ടൻ കൊടുത്തിരിക്കുന്ന മറുപടി കേട്ടാലും. പൂവ് ഉണ്ടാകാതിരിക്കാൻ കാരണങ്ങൾ പലതുണ്ട്. ഒന്നുപോലെ വെയിലിൻ്റെ ശരിയായ അളവിലുള്ള വെയിൽ കിട്ടാതിരിക്കുക. അതായത് ചെടി തളർത്തിരുന്നാൽ വളർച്ച ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് തോന്നും ഇത് ഇവിടെ നല്ല വെയിലുണ്ടെന്ന്. ചുരുങ്ങിയത് ഒരു 60% വെയിലെങ്കിൽ 60% തൊട്ട് മേപ്പെട്ടുള്ള വെയിലാണ് ഡെൻഡ്രോബിയത്തിന് ആവശ്യം. പ്രധാനമായിട്ടും വെയിൽ ഒരു ഘടകം തന്നെയാണ്. വെയിലിൻ്റെ ചൂട് 60% വെയിലിൻ്റെ ചൂട് കിട്ടിയിരിക്കണം. അത് 60 എന്നുള്ള 70, 80 ആയാലും ഒരു പ്രായം കൂടി ചെടികൾ ഇനി ഇത് ഡയറക്റ്റ് വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല. ഒരു 3-4 വർഷം പഴക്കം വന്ന ചെടികളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വെയിലത്ത് വെച്ചാലും ധാരാളം പൂവുകൾ വരുന്നതാണ്. പക്ഷെ ഒരു കുറവ് അതാണ്, വെയിലില്ല എന്നുള്ളൊരു കുറവാണ്. പിന്നെ വളം കൊടുക്കുന്നത്. വളം നമ്മൾ അടിക്കടി ചെടി നന്നാവട്ടെ പൂണ്ടാവട്ടെ വെച്ചിട്ട് എല്ലാ വളങ്ങളും കൊടുക്കുന്നതുകൊണ്ട് വളം ചെടികൾ പൂണ്ടാവണമെന്നില്ല. കൊടുക്കുന്നുള്ള വളം ചെടികൾ എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് വളം കൊടുക്കാൻ ഒരു സമയമൊക്കെ ഉണ്ട്. ചെടികൾ സംശ്ലേഷണം നടക്കുന്ന സമയത്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അത് കാലത്തും വൈകിട്ടാണ് സംശ്ലേഷണം നടക്കുന്നത്. ഈ സമയങ്ങളാണ് വളം കൊടുക്കേണ്ടത്. കാലത്ത് കൊടുക്കുന്നത് നല്ലത് വൈകിട്ട് 4 മണിക്ക് ശേഷം വെയിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ വളങ്ങൾ ചെയ്യുക. നനയ്ക്കുന്നത് കാലത്ത് നനയ്ക്കുക. വളം ചെയ്യുന്നതിന് മുന്നേ, വേനൽക്കാലമാണെങ്കിൽ വളം ചെയ്യുന്നതിന് മുന്നേ 1 മണിക്കൂർ മുന്നേ ചെടികളിലേക്ക് വെള്ളം ഒന്ന് നനച്ച് ചെറിയ നന കൊടുത്തിട്ട് ആ ഇലകളെയൊക്കെ തണുപ്പിച്ച് വെള്ളം വാർന്നു പോയതിന് ശേഷം വളം കൊടുത്താൽ മതി. വളം കൊടുക്കുന്നതിന് മുന്നേ നോക്കുക ഇലകളിലത്തെ വെള്ളം വാർന്നു പോയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിനുശേഷം വളം കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വളങ്ങളൊക്കെ ചെടികൾ എടുക്കാൻ തുടങ്ങും. ഒരു പക്ഷേ 4 മണിക്ക് ശേഷമോ 5 മണിക്ക് ശേഷമോ 6 മണിക്ക് ശേഷമോ ആയാലും വളം കൊടുക്കാവുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കുമ്പോൾ ചെടികൾക്ക് മാറ്റം വരും. പൂ ഉണ്ടാവാൻ പ്രധാന കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. തണലത്ത് അല്പം വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. വളം കൊടുക്കുന്ന സമയം കറക്റ്റ് ചെയ്യുക. ആവശ്യത്തിലേറെ നനയാൻ പാടില്ല. നനയ്ക്കുന്ന ചെടികളുടെ ഇലകളിലേക്ക് നനയ്ക്കുക. ആ ഇലകളിൽ നിന്ന് വീഴുന്ന വെള്ളം മതി കടയിൽ തട്ടിയിട്ട് നിലനിൽക്കാൻ. ചെറിയ ഈർപ്പം കടയിൽ നിലനിന്നാൽ മതി. ഈ ഈർപ്പം കുറവായാലും കുഴപ്പമില്ല. ഇന്ന് നനയ്ക്കുന്ന ഈർപ്പം വൈകുന്നേരം ആകുമ്പോഴേക്കും പറന്നു പോയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി പിറ്റേ ദിവസം നനയ്ക്കുന്നതല്ലേ. അതുകൊണ്ട് വെള്ളം മറ്റുള്ള ചെടികൾക്ക് നനയ്ക്കുന്ന പോലെ കടയിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതൊക്കെ പൂ വരാൻ സമയമെടുക്കും. പിന്നെ അനുകൂലമായ കാലാവസ്ഥ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഇത്രയും ചെടികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൂ വരേണ്ടത് ആവശ്യമാണ്. അപ്പം നിങ്ങളുടെ പരിചരണത്തിൽ വരുന്ന ദോഷമാണ് ഈ പൂ ഉണ്ടാവാൻ വൈകിയത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വെയിലുള്ള സ്ഥലത്തേക്ക് ചെടി മാറ്റുക. എന്നാൽ നേരിട്ട് വെയിലടിക്കാതിരിക്കുക. ചെറിയ ചെടികളൊക്കെ 1 വർഷം 2 വർഷം പഴക്കമുള്ള ചെടികൾ നേരിട്ട് വെയിൽ കൊള്ളുന്നത് നല്ലതല്ല. ഒരു മദർ പ്ലാന്റ് പോലുള്ള ചെടികളാണ് വെയിലത്തേക്ക് ഇരുന്നാലും കേടുവരില്ല. എപ്പോഴും ചെടികൾ വെയിലത്തേക്ക് മാറ്റുന്നത് ഒരു മഴക്കാലത്താണ് വെയിലത്തേക്ക് മാറ്റേണ്ടത്. അപ്പം മഴയും വെയിലും കൊണ്ട് പരിചയം പിന്നീടുള്ള കാലങ്ങളിലൊക്കെ അത് പുറത്ത് തന്നെ നിന്ന് ശരിയായിക്കോളും. അത് ശ്രദ്ധിക്കുക. വെയിൽ ആവശ്യമാണ്. അനുകൂലമായ കാലാവസ്ഥ. ഓരോ ചെടികൾക്ക് പൂവുണ്ടാവാൻ അതിൻ്റേതൊരു കാലാവസ്ഥയുണ്ട്. അത് ശരിയായിരിക്കണം. വളം കൊടുക്കുന്ന ചെടികൾ എടുക്കണം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ജൈവവളങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ജൈവവളങ്ങളൊക്കെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കൊടുത്താൽ മതി. നിങ്ങൾ തെറ്റാതെ
13, 27, 27 തെറ്റാതെ കൊടുക്കുക രാസവളമായിട്ട്. ജൈവവളമായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തോളൂ. അതിന് 13, 27 മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, അഡീഷണൽ ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. എന്നാൽ 4 ദിവസത്തിൽ ഒരിക്കലും വളം ചെയ്യാൻ ശ്രമിക്കുക. 5 ഗ്രാം 13, 27, 27 എടുക്കുക. അത് ആഴ്ചയിൽ കൊടുക്കാൻ പറ്റാത്തവർ, 4 ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ആഴ്ചയിൽ തവണയിൽ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. പിന്നെ മറ്റു വളങ്ങളുണ്ട് എങ്കിൽ ജൈവവളം കൊടുത്തോളൂ. ജൈവവളം കൊടുക്കുന്നതുകൊണ്ട് ഇതൊന്നുമില്ല. പക്ഷെ അത് ആ ജൈവവളം കൊടുത്താൽ തന്നെ പൂവുണ്ടാവണം എന്ന് പറഞ്ഞത് നിർബന്ധമില്ല. രാസവളം കൃത്യമായും കൊടുത്തിരിക്കണം. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ജൈവവളം കൊടുത്തോളൂ. നിങ്ങൾ നോക്കുമോ, അങ്ങനെ ചെയ്തിട്ട് 1 മാസം നോക്കുമോ, തീർച്ചയായും പൂവുണ്ടാവും. ഓർക്കിഡുകൾക്ക് നൽകേണ്ട വളങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, കലണ്ടർ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അതായത് ഓർക്കിഡുകൾക്ക് ഏതെല്ലാം വളങ്ങൾ, ഏതെല്ലാം ന്യൂട്രൻസ് എപ്പോഴൊക്കെ നൽകാം എന്നതിൻ്റെ വിശദമായ ഒരു ടൈം ചാർട്ട് ആയിട്ടാണ് നമ്മൾ ആ കലണ്ടർ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഇപ്പോൾ വന്ന ചോദ്യങ്ങളുടെയൊക്കെ വിശദമായ വീഡിയോകൾ നമ്മൾ പലതവണ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കുക. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇന്നത്തെ കുഞ്ഞു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.